നമുക്ക് കൊല്ലത്തെ വിശേഷങ്ങൾ പറയാൻ രാജ്കുമാർ തയ്യാറായിരിക്കുന്നുണ്ട്. രാജ്കുമാർ, എന്താണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. കൊല്ലത്തെ പോളിംഗ് നില എങ്ങനെയാണ്? വിവരങ്ങൾ എങ്ങനെ? ആദ്യമേ ഒരു സങ്കടകരമായ ഒരു കാര്യം പറയാം. കൊല്ലം മുളങ്കാടകത്ത് വോട്ടെടുപ്പിനിടെ ഒരാൾ പൊഴുത്തു വീട് മരിച്ചു. 70 വയസ്സുള്ള ഒരു മനുഷ്യനാണ് പൊഴുത്തു വീട് മരിച്ചത്. മറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം കള്ളവോട്ട് എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ടെൻഡർ വോട്ട് ചലഞ്ച് ചെയ്ത് ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ കൊല്ലം കോർപ്പറേഷനിലെ താമരക്കുളം 42ാം ഡിവിഷനിലെ 3ാം ബൂത്തിൽ ബൂത്തിലും ഇവിടെ കള്ളവോട്ട് നടന്നു എന്നാണ് പരാതി. ഇവിടെ ഒരു വോട്ടർ വന്ന ഫാത്തിമ നിസാം ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ മറ്റാരോ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിഷമത്തിലായി. തുടർന്ന് ചലഞ്ച് ചെയ്തപ്പോൾ അവരെ കൊണ്ട് ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ അവരെ വിട്ടത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കൊല്ലം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഈ 6 മണിക്ക് ശേഷം 90 വോട്ടർമാരുണ്ടായിരുന്നു. അവരിപ്പോൾ അല്പം മുമ്പാണ് അവരെല്ലാം വോട്ട് കഴിഞ്ഞ് മടങ്ങിയത്. ഇപ്പോൾ ഇതിനകത്ത് മറ്റാരെയും കടത്തിവിടുന്നില്ല. അവിടെ ഇതിൻ്റെ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതിൻ്റെ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ അത് നടക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അതേസമയം തന്നെ ഈ കൊല്ലം പള്ളിത്തോട്ടത്ത് ബോധപൂർവമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ UDF ശ്രമിച്ചു. അത് പോലീസ് അവിടെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലെ ചില UDF പ്രവർത്തകർ നിന്ന് പ്രതിഷേധിക്കുന്നു. ഇത് ഈ പതിവ് ഒരു നാടകത്തിൻ്റെ ഭാഗമായി എന്നാണ് അവിടുത്തെ LDF പ്രവർത്തകർ പറയുന്നത്. UDFിൻ്റെ പതിവ് നാടകമാണ്. ഇതിനകത്ത് തീരദേശ മേഖല കൂടി. അതേസമയം തന്നെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും മറ്റും ധാരാളം പേർ കുറി വോട്ട് ചെയ്യാനെത്തി. അവിടെ പോളിംഗ് ശതമാനം കൂടി. SIRമായി ബന്ധപ്പെട്ട ആശങ്ക ഇതിൽ ഉണ്ട് എന്ന് ചിലർ അവിടെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം നമുക്കതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് ബോധ്യമായി. പലരോട് സംസാരിച്ചപ്പോൾ ഇക്കുറി വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ നാളെ ഇനി വരാൻ പോകുന്ന SIRൽ ഞങ്ങൾ ഉൾപ്പെടാതെ പോകുമോ തുടങ്ങിയ ഒരു ആശങ്കയൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അത് ഒരു ഭാഗത്ത് അത് നമ്മളിന്ന് കണ്ട കാഴ്ചയാണ്. ഈ മറ്റു പല സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീന് പതിവ് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സാധാരണ സംഭവിക്കുന്നതാണല്ലോ വോട്ടിംഗ് മെഷീൻ്റെ തകരാറുകൾ. ആ വോട്ടിംഗ് മെഷീൻ്റെയൊക്കെ തകരാറുകൾ അതെല്ലാം ഈ പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 73% ആ പോളിംഗ് നടന്നത്. ഇക്കുറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 6:45 കണക്ക് പ്രകാരം 70.86, അതായത് 71% പോളിംഗ് 6:45 വരെയുള്ള കണക്ക് പ്രകാരമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇനിയും പൂർണ്ണമായ കണക്കുകൾ വരാനുണ്ട്. ഇതൊരു 73, 74 ഇതിൻ്റെ ഒരു പോളിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത. അതെ രാജ്കുമാർ, ഇപ്പോൾ ഇതാ നമ്മുടെ പ്രേക്ഷകൻ ബാബു TS പറയുന്നത് കൊല്ലം കോർപ്പറേഷനിൽ ഗംഭീരമായ വിജയം LDF നേടുമെന്നാണ്. അപ്പോൾ പൊതുവേ ഒരു ഉയർന്നു വരുന്ന ഒരു വികാരം, ഈ ഉയർന്ന പോളിംഗ് കൂടി കാണിക്കുന്നത് ഇടതുപക്ഷത്തിനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ? 75-നകത്ത്, അതായത് 70-നും 75-നും ഇടയിൽ ഒരു പോളിംഗ് ശതമാനം വരികയാണെങ്കിൽ അതൊരു ഇടതുപക്ഷ പ്രതീക്ഷ എന്നൊക്കെ നിലയിൽ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശാസ്ത്രീയമായി യാതൊരു അടിത്തറയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ശാസ്ത്രീയമായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കിതിവിടെ ഇപ്പോൾ പറയേണ്ടി വരുന്നത്. അതൊരു 70-നും 75-നും ഇടയിലാണെങ്കിൽ അവിടെ നല്ലൊരു പോളിംഗ്, ഈ പറഞ്ഞ പോളിംഗ് നല്ല പോളിംഗാണ്. മാത്രമല്ല അവിടെ ഒരു വിജയ സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് മുൻകാലങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ആ നിലയിലായതുകൊണ്ട് തന്നെ ഇക്കുറി പിന്നെ വോട്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ട്. അതുകൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ പറഞ്ഞ 75-ലേക്ക് പോളിംഗ് ശതമാനം എത്താം. എന്തായാലും 72-നും 75-നും ഇടയിലാണെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് ഒരു വെപ്പ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ശരി രാജ്കുമാർ, വളരെയധികം നന്ദി. വളരെ വിശദമായി തന്നെ കൊല്ലത്തെ ഇന്ന് എങ്ങനെ അടയാളപ്പെടുത്താമെന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ കൊല്ലത്തെ ഈ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്.